ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രെഡ് വെച്ചിട്ട് ഒരു ഇഫ്താർ സ്നാക്കാണ്. ഞാൻ നേരത്തെ ഒരു ബ്രെഡ് ബോൾസ് വെച്ചിട്ട് ഒരു സ്നാക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആ വീഡിയോ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് അതിൽ നിന്നും വ്യത്യാസമായിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കാരണം ഇതിനകത്ത് മയോണൈസ് മാത്രം ചിക്കനും ഒക്കെ ആയിട്ട് ചേർക്കുന്നുള്ളൂ. മസാലാസ് ഒന്നും നമ്മൾ അങ്ങനെ ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ്, വലിയ എരിവും ഒന്നുമില്ല. ഞാനിവിടെ ഉണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. എല്ലാവരും ഇനിയും ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അധികം സമയമൊന്നും ഇതിന് വേണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടണിൽ ഓൾ എന്ന് നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഇടുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ കിട്ടുകയും ചെയ്യും. നമുക്ക് എത്രയും വേഗം തന്നെ മയോ ബ്രെഡ് ബോൾസ് എന്ന് അതിന് പറയുന്നത് കേട്ടോ. മയോ ബ്രെഡ് ബോൾസ് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 7 പീസ് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു കോഴി മേടിച്ചപ്പോൾ അതിന്ന് ഞാൻ എല്ലില്ലാത്ത ഭാഗമെല്ലാം കൂടെ എടുത്തതാണ്. ഇതിന് പ്രത്യേകിച്ച് 1/4 കിലോന്നോ 1/2 കിലോന്നോ ഒന്നും അളവൊന്നുമില്ല. ഇനി ഇത് നമുക്ക് കുക്കറിനകത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. എല്ലാം ഒന്നും കാണാൻ മേലേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, ഒരു നുള്ള് ഗരം മസാല പൊടി. ഇത്രയിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ ചിക്കൻ കഴിയുമ്പോൾ നമുക്കിതിൽ വെള്ളം ഉള്ളത് കൊണ്ട് നമുക്കൊരു 3-4 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാവുള്ളൂ. മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ അടപ്പൊന്ന് അടച്ചു വെക്കാം. ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യണം. 2 വിസിൽ മതി, അപ്പോഴേക്കും നല്ലപോലെ വെന്ത് കിട്ടും. കുക്കർ ഇവിടെ 2 വിസിൽ അടിച്ചായിരുന്നു, ഞാൻ ഓഫ് ചെയ്തു. അപ്പോൾ അതിൻ്റെ എയർ എല്ലാം പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കുകയോ അല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് പിച്ചെടുക്കുകയോ ചെയ്തേച്ചാൽ മതി. ചൂടാറിയതിന് ശേഷം മാത്രമേ കൈ കൊണ്ട് പിച്ചെടുക്കാവുള്ളൂ. ഇനി ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡ് ഇങ്ങനെ ഇരിക്കുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിയുടെ ബ്രദറിന്റെ മകനുണ്ട് ജാബർ, അവനോട് ഒരു ബ്രെഡ് മേടിച്ചോണ്ട് വരാൻ ഞാനൊന്ന് പറഞ്ഞു പോയി. അവൻ വാങ്ങിച്ചോണ്ട് വന്ന മറ്റേ മോഡേൺ ബ്രെഡാ, ഇങ്ങനെ മുറിക്കുന്ന ബ്രെഡില്ലേ, അതാ വാങ്ങിച്ചോണ്ട് വന്നത്. അത് ഞാൻ ഇങ്ങനെ കുറെ പാട് വിട്ടൊന്ന് ഷേപ്പിൽ എടുക്കാൻ. ഇതിന്റെ സൈഡൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന്റെ സൈഡ് ഞാൻ എടുത്തിട്ട് ബ്രെഡ് ക്രംസിന് വേണ്ടിയിട്ട് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. അതാണിത്. വേറെ ബ്രെഡ് പൊടിക്കേണ്ട ആവശ്യമില്ല, അതിന്റെ സൈഡ് തന്നെ മതി. ഇനി ഇത് ഒന്ന് മാറ്റി വെക്കാം. ഇനി നേരത്തെ നമ്മൾ കുക്കറിനകത്ത് വേവിച്ചോട്ടെ ആ ചിക്കനാണിത് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 3 ടീസ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മയോണൈസിന്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. കാണാത്തവരുണ്ടെങ്കിൽ ഇനിയും കാണണം. ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കത്തിന്റെ പകുതി ഭാഗം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ മൊത്തം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മയോണൈസിന്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം കേട്ടോ. ഒരുപാട് ചേർക്കരുത്. ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാനുള്ളതാണ് ബ്രെഡിനകത്ത് ഫില്ലിങ് വെച്ചിട്ട്. അപ്പോൾ പിന്നെ നമുക്ക് പാടായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിടാം. കിഴങ്ങ് വേണമെങ്കിൽ നീളത്തിൽ അരിഞ്ഞിടാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതിന്റെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ബ്രെഡില്ലേ, ആ ബ്രെഡ് ഇതിലേക്കിട്ട് ഇങ്ങനെ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ഇങ്ങനെ 2 കൈ കൊണ്ട് അമർത്തി ഒന്ന് പിഴിയണം. ഇങ്ങനെ പരമാവധി വെള്ളം ഒന്ന് ഇതിന്റെ ഇങ്ങനെ അമുക്കി കളയണം. ഈ രീതിയിലൊന്ന് ആക്കിയെടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ആക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഇല്ലേ, അത് കോരി ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇത് ഇങ്ങനെ എടുത്ത് 4 വശവും ഇതുപോലെ ഒന്ന് ചുരുട്ടി ഇങ്ങനെ ഒന്ന് ബോൾ പോലെ ആക്കിയെടുക്കണം. ഇതിങ്ങനെ ഇടയിലൊന്നും ചാടി വരാതെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വേണം വെക്കാൻ തന്നെ. നമ്മളിന്ന് അമക്കിയാലും സാരയില്ലാണ്ട് ഇച്ചിരി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, കാരണം പൊട്ടിയൊന്നും പോകുകയല്ല. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി വെക്കാം. ബാക്കിയുള്ള ബ്രെഡും അങ്ങനെ തന്നെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ആ ബ്രെഡ് ക്രംസിനകത്ത് മുക്കി ഓരോന്നും ഒന്ന് മാറ്റി വെച്ചെടുക്കാം. ഇതിൽ നമുക്ക് മുട്ടയുടെ ആവശ്യമില്ല. നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് ഈ മുകളിൽ ഇങ്ങനെ ബ്രെഡിൻ്റെ ക്രംസ് കോട്ട് ചെയ്ത് വെക്കുന്നത്. നല്ല കോക്കനട്ട് ലഡു പോലെ ഉണ്ടല്ലേ, എന്ത് രസമല്ലേ കാണാൻ തന്നെ. അങ്ങനെ 7 ഞാനിവിടെ ബ്രെഡ് ക്രംസിൽ മുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ തീരെ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഓരോന്നും ഇട്ടൊന്ന് വറുത്ത് കോരി എടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ, ഒരു ഇച്ചിരി ബ്രെഡ് ക്രംസ് ഇട്ട് നോക്കാം. അപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നും ഒന്ന് ഇട്ട് കൊടുക്കാം.
ഇത് ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒത്തിരി മൂപ്പൊന്നും വേണ്ട, കാരണം ബ്രെഡ് അല്ലേ. നമുക്ക് ഇതുപോലെ ഓരോന്നും ഇട്ട് പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മയോ ബ്രെഡ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനുണ്ടല്ലോ അത് മൂത്ത് വരുന്നതിന് മുമ്പ് മറിച്ചിട്ടത് കൊണ്ടാണ് അതിന്റെ ബ്രെഡ് ക്രംസ് ഒക്കെ കുറെ എണ്ണയിൽ പോയത്. അത് പക്ഷേ സാരമില്ല, എനിക്ക് കരിഞ്ഞില്ലായിരുന്നു. ഞാനത് ലാസ്റ്റ് കോരിയതിന് ശേഷം ഇങ്ങനെ ആ ബോൾസിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ വെതറി കൊടുത്ത് നല്ല രസമില്ലേ, കാണാൻ തന്നെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു പുതിയ എപ്പിസോഡുമായിട്ട് അടുത്ത ദിവസം നിങ്ങളുടെ മുന്നിൽ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.